ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിലെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്, ഇത് വളരെയധികം മാറ്റങ്ങളെല്ലാം കൊണ്ടുവരാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. യൂട്യൂബ് ഷോർട്സിന് 3 മിനിറ്റ് ദൈർഘ്യമെല്ലാം കൊടുക്കുകയാണ്. ഒക്ടോബർ 15-ാം തീയതി മുതൽ ആ ഒരു വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ വെർട്ടിക്കൽ വീഡിയോസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ വീഡിയോസ് എല്ലാം നമ്മൾ 3 മിനിറ്റിൽ താഴെയെല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ഷോർട്സിൻ്റെ കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗണത്തിലാണ് വരിക. അതിനാൽ തന്നെ നമ്മൾ ഇനി ലോങ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവർ 3 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോസ് എല്ലാം ചെയ്താലാണ് അവർക്ക് ഈ ലോങ് വീഡിയോ കാറ്റഗറിയിലേക്കുള്ള വീഡിയോസ് എല്ലാം ചെയ്യാൻ സാധിക്കുക. ഒരുപാട് ഷോർട്സ് ക്രിയേറ്റേഴ്സ് എല്ലാം ഇത്തരത്തിൽ ഈ ലെങ്ത് എല്ലാം ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്നതാണ് യൂട്യൂബ് അറിയിക്കുന്നത്. അതുപോലെ നമുക്ക് മറ്റ് പ്ലാറ്റ്ഫോമുകളെല്ലാം നോക്കിയാൽ കാണാം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും ടിക്ടോക്ക് ആയാലും അവരെല്ലാം തന്നെ നേരത്തെ തന്നെ അവരുടെ ഈ ലെങ്ത്തിലെല്ലാം തന്നെ വളരെയധികം വർധനവെല്ലാം കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ അതേ ഒരു പാതയിൽ തന്നെയാണ് യൂട്യൂബും ഇത്തരത്തിൽ ഈ ഒരു 3 മിനിറ്റ്സ് എല്ലാം വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് വഴി ഷോർട്സ് ക്രിയേറ്റേഴ്സിന് ബെനിഫിറ്റ് എല്ലാം ഉണ്ടാകുമോ? ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച് കുറച്ച് പേരെല്ലാം ചോദിച്ചിരുന്നു, അതായത് നിലവിലുള്ള റവന്യൂയേക്കാൾ കൂടുതൽ റവന്യൂ എല്ലാം കിട്ടുമോ എന്നെല്ലാം. അപ്പോൾ നമുക്കറിയാം ഷോർട്സിൻ്റെ ഇപ്പോൾ 1 മിനിറ്റ് ദൈർഘ്യമുള്ള അല്ലെങ്കിൽ ആ 1 മിനിറ്റിൽ കുറഞ്ഞ ദൈർഘ്യമുള്ള വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നവർക്കും അത് മുഴുവനായി എല്ലാവരും കാണണമെന്നില്ല. അതിനാൽ തന്നെ അങ്ങനെയുള്ള ക്രിയേറ്റേഴ്സിനെ ഇത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണേണ്ടതായി വരും. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഈ ഒരു ഫീച്ചർ എല്ലാം വന്നത് കൊണ്ട് തന്നെ ഈ 1 മിനിറ്റ് മുകളിലുള്ള ദൈർഘ്യമുള്ള വീഡിയോസ് എല്ലാം ആയിരിക്കും ഷോർട്സിൽ കൂടുതലായി റെക്കമെൻഡേഷൻ എല്ലാം പോവുക. മറ്റൊരു കാര്യം, ഒക്ടോബർ 15-ന് മുമ്പായി നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന 3 മിനിറ്റ്സിൽ കുറഞ്ഞ വീഡിയോസ് എല്ലാം തന്നെ ഇതെല്ലാം തന്നെ ലോങ് വീഡിയോസിൻ്റെ കാറ്റഗറിയിൽ തന്നെ കൺസിഡർ ചെയ്യും. 1 മിനിറ്റ് ടു 3 മിനിറ്റിനുള്ളിലുള്ള വീഡിയോസ് എല്ലാമാണ് ഇത്തരത്തിൽ ലോങ് വീഡിയോ ആയി കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൽ മാറ്റമൊന്നും വരുന്നില്ല എന്നാണ് യൂട്യൂബ് അറിയിക്കുന്നത്. അതിനാൽ തന്നെ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. എന്നാൽ കൂടി ഇത് ലോങ് വീഡിയോസ് ചെയ്യുന്നവരെയും അതുപോലെ ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവരെയും വളരെയധികം ബാധിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇത് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്